ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈടെക് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് നമ്മുടെ കോട്ടയത്തെ ലുലു മോളിലേക്ക് പോകട്ടോ, ഫാമിലി ആയിട്ട് തന്നെ. അപ്പം അനിയനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ ഇടുന്നത് ജസ്റ്റ് ലുലു മോളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഫുള്ള് കാണണേ. അപ്പോൾ നമ്മൾ നേരെ ലുലു മോളിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം നമുക്ക് പറയാവുന്ന കോട്ടയത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയാം ഇവിടെ ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റ്. അപ്പം അമ്മ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഈ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നത്. അപ്പോൾ അത് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിങ്ങനെ നടക്കുമായിരുന്നു. എല്ലാ സാധനവും ഇവിടെ കിട്ടും. നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഷോപ്പ് ചെയ്ത് നടക്കുക. ഞങ്ങളിന്ന് വന്ന സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല ഓഫറുണ്ട്. ഓൾമോസ്റ്റ് സൺഡേ ദിവസങ്ങളിലൊക്കെ നല്ല ഓഫറുകൾ വരുന്നുണ്ട്. അതുപോലെ തിരക്കുമായിരിക്കും. അത് വേണ്ട, ഇതിനകത്ത് കയറിയിട്ട് ഭയങ്കര കളിയൊക്കെ. ഇത്ര സ്ഥലത്ത് എല്ലാ മലയാളികളെ കണ്ട് ഇത്ര വലിയ സ്ഥലത്ത് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴേ അവനും ഭയങ്കര സന്തോഷം. അവൻ ഇതുവരെ വണ്ടിയൊക്കെ ഉന്തി ഇതുവഴി കളിച്ച് നടക്കുക. നല്ല രസമായിരുന്നു ഇങ്ങനെ പോയിട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പെറ്റ്സിൻ്റെ സെക്ഷനുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം പെറ്റ്സിൻ്റെ സെക്ഷനിൽ പെറ്റ്സ് ഫുഡ്സും പിന്നെ എന്ത് പറഞ്ഞാൽ അവരുടെ ഓരോ ഗ്രൂപ്പിംഗ് സാധനങ്ങളും അങ്ങനെ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ ഷോപ്പിംഗ് മാളിലൊക്കെ ഇവിടെ കോട്ടയത്ത് വേറെ ഷോപ്പിംഗ് മാൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. കിച്ചണിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. സൺഡേ സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ് പോയത്, അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ട്. മൺപാത്രങ്ങളൊക്കെ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രേഷ്മ ഇവിടെ നിന്ന് എടുത്ത് നോക്കുന്നുണ്ട് മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ മീനും ഇറച്ചി കിട്ടുന്ന സ്ഥലത്തോട്ട് പോയി. ഇവിടെ കണ്ടോ, കിഡ്നി, തലച്ചോറ്, ശ്വാസകോശം, അങ്ങനെ എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത സാധനങ്ങളും വെച്ചിട്ടുണ്ട്, അല്ലാത്ത വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പല വെറൈറ്റികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ തന്നെ ഇതുപോലെ തന്നെ പല വെറൈറ്റി ഐറ്റങ്ങളും വെച്ചിട്ടുണ്ട്. അവിടെ ഇതുണ്ട് ബീഫിൻ്റെ, പോത്തിൻ്റെ തലച്ചോറ്, അതും സെപ്പറേറ്റ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനിൻ്റെ ഏരിയ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീനിൻ്റെ ഏരിയ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഉണക്കമീനും കാര്യങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഫൈറ്റർ ഫിഷിനെ അവരിങ്ങനെ ഒരു കുപ്പിക്കകത്താക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഫുഡും പിന്നെ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതുണ്ട് 220 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ പച്ചക്കറി സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടും നമ്മൾ വിശദമായിട്ട് കടക്കുന്നില്ല. പച്ചക്കറി സെക്ഷനിലൊക്കെ പിന്നെ ഇവിടെ ബേക്കറി സെക്ഷനൊക്കെയാണ്. നമ്മൾ ബേക്കറിയിൽ ഫുഡൊക്കെ മേടിക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇതുണ്ടല്ലേ. പിന്നെ ഇങ്ങോട്ട് വരും കുറേ പിക്കിളിൻ്റെ ഇഷ്ടംപോലെ സെക്ഷൻ ഉണ്ട്. നമ്മൾ 2-3 വെറൈറ്റി പിക്കിളൊക്കെ മേടിച്ച് ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, മേടിക്കാൻ ഒരു ഇഷ്ടം തോന്നുന്ന പോലെ ഇങ്ങനെ ഇതുണ്ട്. നമ്മൾ കുറേ സ്വീറ്റ് പിക്കിളും അങ്ങനെ കുറേ നോക്കി എടുത്ത്, പിന്നെ ഉപ്പിലിട്ട കുറേ ഇത് വെച്ചിട്ടുണ്ട്. ആപ്പിള്, പിന്നെ എന്താ പറയുന്നത്, പൈനാപ്പിള്, മാങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതുണ്ട്. ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏരിയയിലിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമ്മുടെ ചിപ്സും കാര്യങ്ങളെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പഴയ മോഡലുള്ള കുറേ എന്താ പറയുന്നത് മുട്ടായികളൊക്കെ കാണാം. പിന്നെ സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും പല വെറൈറ്റിയുള്ള സ്വീറ്റ്സ്, ഹൽവ, അങ്ങനെ പല സാധനങ്ങളും കാണാം കേട്ടോ. പിന്നെ കോട്ടയം ലുലു മാളിൽ നമുക്ക് ഫൺ ടൂറേ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ എന്താ പറയുക, സന്തോഷവും കളിക്കാനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. കുറേ ഉണ്ട് അത്യാവശ്യം. നമ്മളെല്ലാം ഷൂട്ട് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് അതും കൊണ്ട് കയറി കാണിച്ച് ഇങ്ങോട്ട് ഇറങ്ങി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാർഡ് എടുക്കണം. 1200 അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത് കാർഡിന്. കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റേറ്റിൽ നമുക്ക് ഇവിടെ എല്ലായിടത്തും പോയിട്ട് എന്താ പറയുന്നത് ഗെയിംസ് എല്ലാം കളിക്കാം. കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ്.
ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മണിക്കൂറിനകത്ത് ആക്ടിവിറ്റി ചെയ്യാനുള്ളതുണ്ട്. ഒരുത്തനിവിടെ ബൈക്ക് റേസ് ചെയ്യുന്നുണ്ടോ, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ. പിന്നെ ഇവിടെ 2 ഫ്ലോറായിട്ടാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വലിയൊരു ഫുഡ് കോർട്ട് കാണാം. ഉണ്ടോ, വലിയൊരു ഫുഡ് കോർട്ട്. അവിടെ തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് വന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ചത്. ഫുഡ് കോർട്ടിൽ തന്നെ കണക്റ്റ് വരുന്നത് ലുലു കണക്റ്റ് ഇതാണ്. നമ്മൾ മേടിച്ച് ഒരു ഹോൾ ചിക്കൻ മേടിച്ച്, പിന്നെ കുറച്ച് ചപ്പാത്തി മേടിച്ച് കണ്ടോ. അദ്വയ്ക്ക് വേണ്ടി ഒരു രാസ്മലായി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വന്ന ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പിന്നെ രവിയാണ് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതേ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് കണക്റ്റിലേക്ക് കിടക്കാം കേട്ടോ. ലുലു കണക്റ്റിലേക്ക്. ലുലു കണക്ഷൻ്റെ അവിടെ തന്നെ അപ്പുറം തന്നെയാണ് അതിൻ്റെ ലുലു ഇത് വരുന്നത്, മാർക്കറ്റ് വരുന്നത്, ഡ്രസ്സൊക്കെ കിട്ടുന്നതല്ലേ. അവിടെ ജസ്റ്റ് കണ്ട് നമുക്ക് അവിടെ ഓഫറൊക്കെ ഉണ്ട്. ബൈ 1 get 1 ഓഫറുണ്ട്. പിന്നെ 50% ഓഫർ, 40% ഓഫർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുവയ്ക്ക് നമ്മളൊരു ക്രോക്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വന്നൊരു ക്രോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം വാച്ചിൻ്റെ സെക്ഷൻ, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് കണക്കാക്കുന്നില്ല. പിന്നെ ഐക്കണക്കിലോട്ട് വന്നപ്പോൾ ഇവിടെ PS ഒക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ സ്പീക്കർ സെക്ഷനിലോട്ട് നമുക്ക് കുറേ കളക്ഷൻ സ്പീക്കർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്പീക്കർ കുറച്ചെടുത്തുണ്ട്. സ്പീക്കർ, സൗണ്ട് ബാർ, പാർട്ടി സ്പീക്കറുകളൊക്കെ ഉണ്ടോ, ഇഷ്ടംപോലെ പാർട്ടി സ്പീക്കറൊക്കെ ഉണ്ട്. ഹോം തിയേറ്റർ, ടവർ സ്പീക്കർ ഉണ്ടോ, ടവർ സ്പീക്കർ ഇരിപ്പുണ്ട്. പാർട്ടി സ്പീക്കറുകൾ ഇരിപ്പുണ്ട്. ചെറിയ JBLൻ്റെ സ്പീക്കറുകൾ ഇരിപ്പുണ്ട്. കുറേ ഉണ്ട് കേട്ടോ.